മുകളിലൊരു ഡ്രോൺ പറക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഡ്രോൺ ഇവർ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഡ്രോണിൻ്റെ നിന്നു. അപ്പം ആന മാറി കാണുമെന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പള്ളിയുടെ അടുത്ത് ഒരു 10-30 പേരുണ്ടാവും, ഫോറസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരോട് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആന എവിടെയാണെന്ന് ഇവർക്കും അറിയില്ല. ആനയെ ഇവർ ഇന്നലെ വൈകുന്നേരം 6 മണി തൊട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ആന എവിടെയാണെന്ന് അറിയില്ല. ആൾക്കാർ പറയുന്നതനുസരിച്ച് അവർ അങ്ങോട്ട് പോകുന്നുണ്ട്, വണ്ടിയിൽ ഇങ്ങോട്ട് പോകുന്നുണ്ട്. അല്ലാതെ യാതൊരു ഐഡിയയും ഇവർക്കില്ല. ഇവർ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയല്ലേ, ഇതിന് എന്തുകൊണ്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്തുകൂടാ? എന്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഒരു പ്രോപ്പറായിട്ട് ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ജനറേഷനിലല്ല നമ്മൾ ജീവിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് സിസ്റ്റം ഒന്ന് സിങ്ക്രണൈസ് ചെയ്ത് അല്ലെങ്കിൽ അവരുമായിട്ട് ഗവൺമെൻറ് ഒഫീഷ്യൽസ് സംസാരിച്ചിട്ട് ആൾക്കാരുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുത്തുകൂടാ? അതുപോലെ തന്നെ ഡ്രോണിൻ്റെ ചാർജ് പോയിട്ട് കുത്തിവെച്ചിരിക്കുക. ആപ്പടെ ഒരു ഡ്രോൺ കൊണ്ടാണ് ഇവർ ആനയെ പിടിക്കാൻ വന്നിരിക്കുന്നത്. അവർ കുറേ ഡ്രോൺ ഉണ്ട്, അതൊക്കെ പലയിടത്തോട്ട് പോയിട്ടുണ്ടെന്ന്. ഒരു ഡ്രോൺ ഒന്ന് പറന്ന് കാണുമ്പോഴേക്കും അപ്പോഴേ ചാർജ് പോയി അടുത്ത വീട്ടിൽ ചാർജ് ചെയ്യാൻ വെക്കുന്നതാണ് ഈ സിസ്റ്റം. അതുപോലെ ഒരു മോശമായിട്ടുള്ളൊരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2-3 ഉത്സവം ഉണ്ടായിരുന്നു ഇന്നലെ. മണിമുടി കോളനിയിൽ ഉത്സവം ഉണ്ടായിരുന്നു, കുറുക്കുമൂല അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പടമലപ്പള്ളിയിൽ ഉത്സവം ഉണ്ടായിരുന്നു, പെരുന്നാളുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്നലെ രാത്രി 12 മണി വരെ ആൾക്കാരുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ആന നമ്മുടെ സമീപ പ്രദേശങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ഇത് പ്രോപ്പറായിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റോ ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ഗ്രൂപ്പ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്നല്ലാതെ ഒരു മനുഷ്യനും യാതൊരു ഇൻഫർമേഷനും ഈ സമയം വരെ ഇപ്പം ഒരാൾ മരിച്ചു പോയതിന് ശേഷം 144 എന്ത് പ്രഖ്യാപിച്ചിട്ട് നമുക്കൊരു കാര്യമില്ല. അതിനു മുന്നേ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻഫർമേഷൻ പബ്ലിക്കിന് കൊടുക്കണ്ടേ? ഇത് കൊടുക്കുന്നില്ല. ഇത് യാതൊരു തരത്തിലുള്ള അനാസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ആന പോകുന്നു, പുറകെ ആൾക്കാർ പോകുന്നു. എന്തിനാണ് നിങ്ങൾ പുറകെ പോകുന്നത്? ആന അതിൻ്റെ വഴിക്ക് പോയിട്ട് എവിടെയെങ്കിലും കയറി പോയിക്കോളൂലേ? എന്തിനാണ് നമ്മൾക്ക് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഇതിന് ആനയെ കവർ ചെയ്യുക, ആനയെ അല്ലെങ്കിൽ സറൗണ്ട് ചെയ്തിട്ട് അതിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് വനത്തിലോട്ട് വിടണം. അല്ലാതെ ആന പോകുന്നതിൻ്റെ പുറകെ നമ്മളൊരു 10-30 ജീപ്പിൽ ആൾക്കാർ പോയതുകൊണ്ട് എന്ത് കാര്യമുണ്ട്? ജനങ്ങളുടെ പൈസ കളയാന്നല്ലാതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇതിന് ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കും. ഇത്തരണത്തിലുള്ള ഒരു പ്രോപ്പർ ഫെൻസിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാതെ കൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഞങ്ങൾ മനുഷ്യരല്ലേ? ഈ കാര്യം ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ഇതിൽ ഭയങ്കരമായിട്ടുള്ള അനാസ്ഥയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രദേശവാസിയുടെ പ്രതികരണമാണ് ഇപ്പോൾ 24ന്റെ പ്രേക്ഷകർ കേട്ടത്. വലിയ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. മാത്രമല്ല അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം വളരെ പ്രസക്തവുമാണല്ലോ. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഇവർ പറഞ്ഞതനുസരിച്ച് ഇന്നലെ വൈകുന്നേരമൊക്കെ ഡ്രോൺ വഴി നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്ന വിവരം ശരിയാണെങ്കിൽ ഈ ഡ്രോണിന് ചാർജ് തീർന്ന് കുത്തിയിട്ടിരുന്നു. ആ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വനം വകുപ്പിന്റെ ഭാഗത്ത് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിശദീകരണം? വനംവകുപ്പ് ഇപ്പോൾ ഈ ആനയെ ട്രാക്ക് ചെയ്ത ശേഷം ഇതിനെ കാട്ടിലേക്ക് അയക്കുക എന്നുള്ള ആ ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ പങ്കാളികളായിരിക്കുന്നത്. എന്തായാലും ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധവും എല്ലാം തന്നെ രൂപപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരാൾ മരിച്ച ഒരു സന്ദർഭമാണ്. സ്വാഭാവികമായും വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള വൈകാരികമായ പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്നു. ഈ മാനന്തവാടി നഗരത്തോട് ചേർന്ന അന്തർജില്ലാ പാത ആളുകളുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുകയാണ്. ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഇതിന്റെ സമാധാനം പറയണം എന്നതുൾപ്പെടെയുള്ള കാര്യം, അത്തരത്തിലുള്ള ആവശ്യമാണ് പ്രാദേശികമായുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ഈ സംഭവം അറിഞ്ഞ് എത്താൻ തയ്യാറായില്ല. അതായത് ഈ അപകടമുണ്ടായ പ്രദേശത്തേക്ക് എത്താൻ തയ്യാറായില്ല എന്നതുൾപ്പെടെയുള്ള ആക്ഷേപം വാർഡ് കൗൺസിലറടക്കം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. സ്വാഭാവികമായും ആ ഒരു വലിയ അളവിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിമാറുകയാണ്. മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ കൊണ്ട് അത് ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായ രീതിയിൽ തന്നെ വനത്തിനകത്തേക്ക് അയക്കാനാകും എന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പിനെ സംബന്ധിച്ചുള്ളത്. പക്ഷേ കോൺഫ്ലിക്റ്റ് ആനിമലിന്റെ പട്ടികയിൽ ഉൾപ്പെട്ട ആന അത് ജനവാസ മേഖലയിൽ നേരത്തെ കർണാടകയുടെ പല ഭാഗത്തും ഇറങ്ങിയ ആനയാണ്, മോഴയാനയാണ്, കുറെ കൂടി അപകടകാരിയാണ്. സ്വാഭാവികമായും അത് വീണ്ടും ഈ വനത്തിലേക്ക് അയച്ചാൽ അത് തിരികെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഈ കർണാടക വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ എങ്ങനെയാണോ കർണാടകയുടെ സമീപനം ഉണ്ടായത്, ആ വനംവകുപ്പിന്റെ അതുപോലത്തെ വീഴ്ച. കാരണം 3 തവണ കത്തയച്ചു എന്നുള്ളതാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കർണാടക വനംവകുപ്പിന് 3 തവണ കത്തയച്ചു. ആ കത്തയച്ചിട്ട് എന്നിട്ട് പോലും അതിന്റെ ആന്റിനയും റിസീവറും, ഈ കോളർ ഐ ഡി ട്രാക്ക് ചെയ്യുന്ന ആന്റിനയും റിസീവറും നൽകാൻ തയ്യാറായില്ല. സാറ്റലൈറ്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്റർനെറ്റ് ട്രാക്കിംഗ് ആണ് നടന്നത്. പക്ഷെ ഇന്റർനെറ്റ് ട്രാക്കിങ്ങിന്റെ പരിമിതി എന്ന് പറയുന്നത് അത് ഇടവേളകളിൽ മാത്രമാണ് ഇതിന്റെ സിഗ്നൽ ലഭിക്കുക. അതായത് ഒരു തവണ സിഗ്നൽ ലഭിച്ചാൽ പിന്നീട് അടുത്ത സിഗ്നൽ ലഭിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ ആന ഒരുപാട് ദൂരം സഞ്ചരിച്ചിരിക്കും. സ്വാഭാവികമായും അത് ട്രാക്കിങ്ങിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്.